പാരീസിലുള്ള വൺ ഓഫ് ദ വേൾഡ്സ് ഓൾഡ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് ജാർഡിൻ ഡി പ്ലാന്റസ് എന്ന ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് കേട്ടോ ഇതുള്ളത്. ഇവിടെ ഇതിന് എൻട്രി ഫീസ് ഉണ്ട്. ഇതിൽ 4 സെഷനാണ് മെയിനായിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗ്രാൻഡ് ഗാലറി ദ എവല്യൂഷൻ എന്നുള്ള പറഞ്ഞ മ്യൂസിയത്തിലാണ്. ഇവിടെയും ഓരോ സ്ഥലത്തും എൻട്രി ഫീസ് ഉണ്ട്. ഇതിനെനിക്ക് തോന്നുന്നു 10 യൂറോ ആണ്, അറൗണ്ട് 9 യൂറോ അടുത്താണ് ഒരാൾക്ക് വരുന്നത്. ഇത് 4 ഫ്ലോറായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇവിടെ മെയിനായിട്ടും എവല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 1793 ഈ ഒരു മ്യൂസിയം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഒത്തിരി എവല്യൂഷൻ ജേർണിയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ സ്പീഷീസിലുള്ള എല്ലാ ആനിമൽസും ഇതിനകത്ത് ഉണ്ട്. ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വെള്ളത്തിലുള്ള ആനിമൽസിൻ്റെ ഐറ്റംസാണ്. അതിൻ്റെ ഇത് 2nd ഫ്ലോറിലാണ് ഈ ആനിമൽസൊക്കെ വരുന്നത്. അത് മൊത്തം 4 ഫ്ലോറാണ്. എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഹോളോ ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. പിന്നെ ഇവർ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. പിന്നെ ബാക്കിയുള്ള 3 സെഷനായിരുന്നു. ഒന്ന് പലോന്തോളജിയാണ്, നമ്മുടെ സ്കെൽറ്റനും ഫോസിലൊക്കെയാണ് അവിടെ മെയിനായിട്ട് പ്രദർശിപ്പിക്കുന്നത്. പിന്നെ മിനറോളജി, അവിടെ ഇതുപോലെ തന്നെ വിലപ്പെട്ട ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു 6,000-ലധികം ചെടികളൊക്കെയുള്ള പ്ലാന്റിൻ്റെ സെഷനും ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 4 സെഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്നത് ഈ എവല്യൂഷൻ്റെ സെഷനിലോട്ടാണ്. കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് ഇൻ്റർനാഷണൽ ഗവേഷണത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിനകത്ത് 66 മില്യൺ പ്ലസ് സ്പെസിമെൻസ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് 6 മണി വരെയാണ്. പിന്നെ ട്യൂസ്ഡേ ഇത് വർക്കിംഗ് അല്ല, ബാക്കി എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആയിരിക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടമാകും. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ സ്റ്റോറും ഉണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും.